മൺകലങ്ങളിൽ നിറഞ്ഞു തുളുമ്പുന്ന പൊങ്കാല നിവേദ്യ സമർപ്പണത്തിനായാണ് ആയിരക്കണക്കിന് സ്ത്രീകൾ കാത്തിരിക്കുന്നത്. ആ നിമിഷത്തിന്റെ വരവറിയിക്കുകയാണ് വഴിയോരങ്ങളിലെ മൺകല കച്ചവടം. തമിഴ്നാട്ടിൽ നിന്നും മറ്റുമായി 100-ലേറെ കച്ചവടക്കാരാണ് തലസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഭദ്ര തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേക്കോട്ട ഭാഗത്താണ്. അതായത് ഏകദേശം അമ്പലത്തിൽ നിന്ന് 2-2.5 കിലോമീറ്റർ അകലെയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം, നാളെ പൊങ്കാലയ്ക്ക് ഇടാനുള്ള കലങ്ങളാണ് ഈ വെച്ചിരിക്കുന്നത്. ഇത് വാങ്ങാനുള്ള തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കലത്തിൻ്റെ എങ്ങനെയാണ് കലം തിരഞ്ഞെടുക്കുന്നത്, അതിനെന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. ചേച്ചി, ഇവിടുത്തെ തിരുവനന്തപുരം തന്നെയാണോ? അല്ല, ഞങ്ങൾ പത്തനംതിട്ടക്കാരാണ്. ഇവിടെ പൊങ്കാല ഇടാറുണ്ടോ? പൊങ്കാല ഇടാറുണ്ട്. ഓക്കെ, ഇതിങ്ങനെ തെരഞ്ഞെടുക്കുന്നത് എങ്ങനെ? ഇത് വെള്ളം ഒഴിച്ചിട്ടാണോ? എങ്ങനെ ഈ കലം തെരഞ്ഞെടുക്കുന്നത്? കലം തെരഞ്ഞെടുക്കുന്നത് ചോറുന്നോ ഇല്ലയെന്ന് അറിയാന്. ഇത് ചോരുന്നുണ്ടോന്ന് അറിയാനാണ്. ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കലക്കി നോക്കുകയാണ്. അപ്പം അത് ചോരുന്നുണ്ടോ എന്നുള്ളത് അങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ചേച്ചി, ഇവിടെ കുറെ കാലമായിട്ട് മക്കളെ എനിക്ക് കലം കൊടുക്കണം, എനിക്ക് പറയാൻ നേരമില്ല. ശരി 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 അപ്പം നമുക്ക് കുറച്ചുകൂടി അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ ആൾക്കാർ ഇതേപോലെ കലം വാങ്ങാനുള്ള തിരക്കിലാണ്. ചേച്ചി എവിടുന്ന് വരുന്നേ? പരൂര്, കൊല്ലം പരൂര്. ഇത് കുറെ കാലമായി ഇവിടെ പൊങ്കാല ഇടുന്നു? 4 വർഷമായി. ഇപ്പം കൊറോണയൊക്കെ ആയിട്ട് 2 കൊല്ലം വരാൻ പറ്റിയില്ല. ഇല്ല. എവിടെ അടുപ്പ് വെച്ചിരിക്കുന്നത്? എവിടെ ഇരുന്നിട്ടാ പൊങ്കാല? പത്മനാഭന്റെ അവിടെ ഇരുന്നിട്ടാണോ? ഓക്കെ. അപ്പോൾ ഇത് നമ്മൾ ഈ കലം തെരഞ്ഞെടുക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. ഈ മംഗലത്തിടണമെന്നൊരാഗ്രഹമുണ്ട്, അമ്മയുടെ ആഗ്രഹമാണ്. എവിടെ പോയാലും ഒരു മംഗലത്തിടുന്ന. ഇത് കലത്തിന് പ്രത്യേകതയുണ്ടോ? വലുത് ചെറുത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വലിയ കലം, ചെറിയ കലം, അങ്ങനെ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അരി കുറവാണെങ്കിൽ കൊച്ചു കലം എടുക്കണം. പ്രത്യേകതയൊന്നുമില്ല. അപ്പോൾ ഈ കൂടുതലനുസരിച്ചിട്ട് വലിയ കലം എടുക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകതയൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ കലം പൊട്ടലുണ്ടോ നോക്കാനാണ്. കലത്തിനുള്ളിൽ വെള്ളം ഒഴിച്ചിട്ട് അത് കലക്കി നോക്കുകയാണ്. അപ്പോൾ പൊട്ടലുണ്ടെങ്കിൽ വെള്ളം ചോർന്ന് പോകുന്നതൊക്കെ ആയിട്ട് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമുക്ക് കലം മാത്രം കിട്ടിയാൽ പോരാ, കത്തിക്കാനുള്ള ചൂട്ടും അതുപോലെ തന്നെ കൊതുമ്പും വേണം. അതും ഇവിടെ വിൽക്കുന്നുണ്ട്. ഇവിടെയാണ് ഇത് ചൂട്ടും അതുപോലെ തന്നെ കൊതുമ്പൊക്കെയാണ്. ഹായ്. എല്ലാ വർഷം ഇടാറുണ്ട്. എന്തോ തിരുവനന്തപുരം തന്നെയാണോ? തിരുവനന്തപുരമാണ് സ്ഥലം. അതെ. 2 വർഷം നമ്മുടെ കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീണ്ടും നല്ല തിരക്കുണ്ട്. സാധനങ്ങൾ കിട്ടാൻ ഭയങ്കര പാടാണ്. അതെ, തിരക്കിലാണ്, ഓട്ടത്തിലാണ്. താങ്ക് യു. ശരി, അപ്പൊ എല്ലാവരും നല്ല ഓട്ടത്തിലാണെന്നാണ് പറയുന്നത്. ഭയങ്കര തിരക്കാണ്. നമുക്ക് റോഡ് നോക്കി എല്ലാവരും പതിവിലും തിരക്കാണ്. തിരുവനന്തപുരത്തുള്ളവർ മാത്രമല്ല, പല ജില്ലകളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്ര ഒരു തിരക്ക്. അതുപോലെ ഷട്ടിൽ ബസ്സാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, തിരുവനന്തപുരത്ത് ഈ ഷട്ടിൽ ബസ് എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക് നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാൻ കഴിയുന്ന സൗകര്യമാണ്. പക്ഷേ ഇന്നും നാളെയും ഈ പൊങ്കാല ആവശ്യങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ സർവീസ് നടത്തുകയാണ് ഷട്ടിൽ ബസ്സും അതുപോലെ തന്നെ മറ്റ് KSRTC ബസ്സുകളും ഒക്കെ. അത്തരത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും സർക്കാരിൻ്റെയും നഗരസഭയുടെയും ഭാഗത്തു നിന്നും ഉണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ തിരക്കൊക്കെ കണ്ടില്ലേ, ഇങ്ങനെയാണ്. ഇനി നാളെ ഒരു 4 മണി വരെ ഈ ഒരു തിരക്കുണ്ടാവും. പൊങ്കാല അത് സമർപ്പണം കഴിഞ്ഞ് എല്ലാം നിവേദ്യം എല്ലാം കഴിയുന്നവരെ ഈ ഒരു തിരക്ക് തിരുവനന്തപുരം തലസ്ഥാന നഗരിയിൽ ഇതുപോലെ തന്നെ ഉണ്ടാവും.